നമസ്കാരം, ഞാൻ സന്തോഷ് ടൂൾവണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വർക്ക്ഷോപ്പിലും നമ്മളതിൻ്റെ ഒരു ഓണറാണെങ്കിലും, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ ഞാനാണെങ്കിലും അതിൽ തൊഴിലാളി ഞാനാണെങ്കിലും രണ്ട് എബിലിറ്റീസ് നമുക്ക് വേണം. ഈ എബിലിറ്റീസ് നമ്മുടെ ടെക്നീഷ്യൻസിന് ഉണ്ട് എന്നും നമ്മളത് ഉറപ്പുവരുത്തണം. എങ്കിലും മാത്രമാണ് തട്ടും തടസ്സവും ഇല്ലാതെ ഒരു നദി ഒഴുകുന്നത് പോലെ, അല്ലേ, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ വെള്ളം ഒന്നില്ലെങ്കിൽ അതിനെ കൂടി കവിഞ്ഞൊഴുകും, അല്ലെങ്കിൽ സൈഡിൽ കൂടി ഒഴുകും. അത് എങ്ങനെയാണ് ഒഴുകും എന്നുള്ള കാര്യം ഉറപ്പ്, എവിടെയും തട്ടി തടഞ്ഞ് നിൽക്കില്ല. അതേപോലെ തന്നെ ആയിരിക്കണം, ഒരു നദിയുടെ ഒഴുക്ക് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ വർക്ക്ഷോപ്പിലെ ദൈനംദിന പ്രവർത്തികളും. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഡാപ്റ്റബിലിറ്റിയാണ്, രണ്ട് കോച്ചബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ടെക്നീഷ്യൻസുമാർക്കും നമുക്കും ഉണ്ടായിരിക്കണം. പൊരുത്തപ്പെടുക, അതായത് വരുന്ന സാഹചര്യങ്ങൾ, വരുന്ന പ്രശ്നങ്ങൾ, വരുന്ന സൊല്യൂഷൻസ്, ഈ പറഞ്ഞ എല്ലാത്തുമായിട്ടൊരു പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മളെല്ലാവരും പൊരുത്തപ്പെടുന്നവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ അവലോകനം ചെയ്ത് മറികടന്ന് നമ്മൾ നിന്നു പോകുന്നത്. എന്നാലും അത് ഒന്നും കൂടി നല്ല രീതിയിൽ പൊരുത്തപ്പെടുന്നവരായിരിക്കണം നമ്മുടെ എല്ലാ ടെക്നീഷ്യൻസും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് കോച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ പരിശീലനം ലഭിക്കാൻ തയ്യാറാവുകയും പരിശീലനം സ്വീകരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും വേണം, അല്ലേ. നമ്മൾക്കിപ്പോൾ നമ്മുടെ സ്പോർട്സിൻ്റെ ആളുകളൊക്കെ അവരെല്ലാം നന്നായിട്ട് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന പിന്നെയും അവർ പരിശീലിച്ച് അവരെ മെഴുക്കിയെടുക്കും. നമ്മളും ഇത് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മുന്നേ ഒരു 10-30 വർഷം മുമ്പുള്ള വർക്ക്ഷോപ്പുകളിൽ കിട്ടിയിരുന്ന പരിശീലനം പോലെയല്ല ഇപ്പം നിൽക്കുന്ന വർക്ക്ഷോപ്പുകളിൽ. പണ്ടൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരുപക്ഷെ ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം കൊണ്ടോ വർക്ക്ഷോപ്പിൽ പോയി സാവധാനം പണി പഠിച്ച് 5-10 വർഷം കൊണ്ട് നിന്ന് നമ്മൾ ആശാന്മാരായി സ്വന്തമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് ഇടുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് കാലക്രമം വളരെയധികം മാറി, ടെക്നോളജി മാറി. നമ്മൾ അതിനൊപ്പം അഡാപ്റ്റ്. ഇപ്പം ഞങ്ങൾ വർക്ക്ഷോപ്പുകളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ, സെയിൽസിന് പോകുമ്പോൾ കാണുന്ന കാഴ്ച, പണ്ടത്തെ രാജകീയ പല മാരുതി ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളും ഇന്ന് ഭാർഗവി നിലയം പോലെ കിടക്കുന്നത് കാണുന്നുണ്ട്. അതായത് അന്ന് മാരുതിയിൽ കത്തി നിന്ന ആളുകളാണ് ഇന്ന് അത് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തത് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഓതറൈസ്ഡ് മൾട്ടി ബ്രാൻഡ് സർവീസ് സെൻറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ഇല്ലാത്തവരെ കാലം പുറന്തള്ളും, സമൂഹം പുറന്തള്ളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മുടെ ടെക്നീഷ്യൻസിന് അത് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിലേ നമുക്കത് ബിസിനസ്സായി വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.